Dear students, a very good morning to all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ 11th സ്റ്റാൻഡേർഡ് ബയോളജിയിലെ 8ാമത്തെ ചാപ്റ്ററായ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിന്റെ എസെൻഷ്യൽ NCERT തിയറിയാണ്. ഓക്കെ, സെൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഈ ലൈഫിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. സെൽ ഈസ് എ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷൻ യൂണിറ്റ് ഓഫ് ലൈഫ് ദാറ്റ് കണ്ടെയ്ൻസ് സൈറ്റോപ്ലാസം പല സെൽ ഓർഗനൽസ്. റോബർട്ട് ഹുക്ക് വാസ് ദ ഫസ്റ്റ് ടു ഒബ്സർവ് സെൽസ് ഇൻ എ കോർ, ബട്ട് he saw was actually cells enclosing spaces with dead protoplasm ഉള്ള സ്ഥലമാണ് പുള്ളി സെൽ എന്ന അബദ്ധത്തിൽ വിളിച്ചത്. പക്ഷേ ആന്റൺ വോൺ ലിവൻഹുക്ക് ആണ് ഫസ്റ്റ് സാ ആൻഡ് ഡിസ്ക്രൈബ് ദ ലൈവ് സെൽസ്. ജീവനുള്ള സെല്ലുകളെ കണ്ടത് ആന്റൺ വോൺ ലിവൻഹുക്ക് ആണ്. റോബർട്ട് ബ്രൗൺ ലേറ്റർ ഡിസ്കവേർഡ് ദ സെല്ലിന്റെ അകത്തെ CPU എന്ന് നമ്മൾ വിശേഷിക്കപ്പെടുന്ന ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പ്രപ്പോസ്ഡ് ദി സെൽ തിയറി ജോയിന്റ്ലി പുട്ട് ഫോർവേഡ് ബൈ Sleeden and Schwann and Sleeden, 1839. In its modern form, it includes the three principles. All organisms are composed of one or more cells. ഏതൊരു ഓർഗാനിസത്തിലും ഒന്നിലധികം സെല്ലുകൾ കാണും. The cells are the smallest living things, the basic unit of organization of all organisms. എത്ര വലിയ ജീവിയായാലും അവന്റെ സ്മാളസ്റ്റ് സാധനം സെല്ലാണ്. The cells arise only by division or from a previous existing cells. Okay. On the base of nuclear organization, cells can be classified into prokaryotic without nucleus, eukaryotic with true nucleus. അപ്പൊ അതിന്റെ കുറച്ച് ഡിഫറൻസസ് ആണ്. നിങ്ങളത് 11th സ്റ്റാൻഡേർഡ് തിയറിയിലൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടിരിക്കുന്നതാണ്. ഞാനൊന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ഒന്ന്, ദ സെൽ സൈസ് ഇസ് ആക്ച്വലി സ്മാൾ, മറ്റത് കമ്പാരിറ്റീവ്ലി ലാർജ് ആണ് യൂക്കാരിയോട്ട്. ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ് ഈസ് ആബ്സെന്റ് ആണ് പ്രോകാരിയോട്ടില്, മറ്റേതില് പ്രസന്റ് ആണ്. DNA is naked, that is without the association of histones എന്ന് പറയും. ഹിസ്റ്റോൺസ് ഒക്കെ ആരാ നിങ്ങൾ നമ്മളെ മോളിക്കുലാർ ബയോളജി എന്ന് പറഞ്ഞ 12th സ്റ്റാൻഡേർഡ് ബയോളജിയിൽ പഠിക്കും. ഈ ന്യൂക്ലിയർ DNA is associated with the histone proteins ആണ് എവിടെ? യൂക്കാരിയോട്ടിക് സെൽസ്. ഇനി അഡീഷണൽ സ്മാൾ സർക്കുലർ DNA segments or plasmids may occur എവിടാ? പ്രോകാരിയോട്ടിക്. ഇനി പ്ലാസ്മിഡ്സ് ആർ യൂഷ്വലി ആബ്സെന്റ് ആണ് എവിടാ? യൂക്കാരിയോട്ടിക് സെൽ. ER എന്ന് വെച്ചാൽ എന്തുവാ? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരന്റ്, ലൈസോസോംസ്, സെൻട്രിയോൾസ് ആർ ആബ്സെന്റ് ആണ് എവിടാ? പ്രോകാരിയോട്ടിക് സെൽസ്. എന്നാൽ ഈ സെൽ ഓർഗനുകളായ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺട്രിയ, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോംസ് അതേവരെ പോലുള്ള ഇക്വിവാലന്റ് സെൽ ഓർഗനൽസ് എല്ലാം എവിടെയുണ്ട്? യൂക്കാരിയോട്ടിക് സെൽസ് ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം യൂക്കാരിയോട്ടിക് സെല്ലിനെ തന്നെ അല്ലെങ്കിൽ ഏത് സെല്ലിനെ തന്നെയും പ്ലാന്റ് സെല്ലുണ്ട്, അനിമൽ സെല്ലുണ്ട്, കുറെ ഡിഫറൻസ് ഉണ്ട്. പ്ലാന്റ് സെൽ ഹാസ് എ റിജിഡ് സെൽ വാൾ ഓൺ ദി ഔട്ട്സൈഡ്. അനിമൽ സെല്ലിനോ സെൽ വാൾ ഈസ് ആബ്സെന്റ് ആണ്. ഇനി പ്ലാസ്റ്റിഡ്സ് ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ് സെൽ. പി പ്ലാസ്റ്റിഡ്സ് പ്ലാന്റ് സെല്ലിലാണ് കാണപ്പെടുന്നത്. പ്ലാസ്റ്റിഡ്സ് ആക്ച്വലി ആബ്സെന്റ് ആണ് മിക്ക അനിമൽ സെൽ. ഇനി മെച്ചൂർ പ്ലാന്റ് സെൽസ് കണ്ടെയ്ൻ എ ലാർജ് സെൻട്രൽ വാക്യൂൾ. അനിമൽ സെൽ ഓഫൻ പൊസസ് മെനി സ്മാൾ വാക്യൂൾസ് ആണ്. സെൻട്രിയോൾസ് ആർ യൂഷ്വലി ആബ്സെന്റ് ആണ് എവിടാ? പ്ലാന്റ് സെല്ലിൽ. സെൻട്രിയോൾസ് പ്ലാന്റ് സെല്ലില് ആബ്സെന്റ് ആണ്. സെൻട്രിയോൾസ് എവിടാ കാണപ്പെടുന്നത്? അനിമൽ സെല്ലിൽ. ഓക്കെ, ഗോൾഗി അപ്പാരറ്റസ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് ഓർ അൺകണക്റ്റഡ് യൂണിറ്റ്സ് കാൾഡ് ദി ഡിക്റ്റിയോസോംസ്. എവിടാ കാണുന്നത്? ഗോൾഗി അപ്പാരറ്റസ്. ഇനി ഗോൾഗി അപ്പാരറ്റസ് ഈസ് എയ്തർ ലോക്കലൈസ്ഡ് ഓർ കൺസിസ്റ്റ് ഓഫ് വെൽ കണക്റ്റഡ് സിംഗിൾ കോംപ്ലക്സ് ആയിരിക്കും എവിടെ? അനിമൽ സെൽ. നമ്മൾ സെല്ലിന്റെ ഓരോരോ കമ്പോണൻസിലോട്ട് പോവാം. സെല്ലിന്റെ കമ്പോണൻസ് എടുക്കുമ്പോൾ ആദ്യം സെല്ലിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഈസ് കാൾഡ് ദ സെൽ envelope. So most prokaryotic cell, particularly the bacterial cell, have a chemical complex called the cell envelope. The cell envelope consists of tightly bound 3-layered structure. അതില് the outermost glycocalyx, അതിനുശേഷം സെൽ വാൾ, അതിനുശേഷം പ്ലാസ്മ മെംബ്രെയിൻ. എന്നാൽ ബാക്ടീരിയൽ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് എന്താണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓർത്ത് വെച്ചേക്കണം, ബാക്ടീരിയകളുടെ സെൽ വാൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇനി ഗ്ലൈക്കോകാലിക്സ് ഈസ് എ സ്റ്റിക്കി gelatinous material that collects outside the cell wall to form an additional surface layer. When this layer is firmly attached to the surface of the cell, it is called the capsule. If it is loosely distributed ആണെങ്കിലോ that is called a slime layer. ഒരു പശ നമ്മുടെ മൂക്കിലേക്ക് പോലുള്ള സാധനമാണ് slime layer. A special membranous structure, the mesosome, is present, which is found by the extensions of plasma membrane into the cell. Mesosome എന്ന് പറയുന്നത് extensions of plasma membrane. അത്രേ ഓർത്ത് വെച്ചിരുന്ന. The bacterial cell may be motile or non-motile. If motile, they have a thin filamentous extensions from their cell wall called flagella. ബാക്ടീരിയക്ക് നടക്കാൻ കൈയും കാലും ഇല്ല, പകരം
അവരുടെ സെൽ വാളിൽ നിന്നുള്ള എക്സ്റ്റൻഷൻസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലജല്ല. ഫ്ലജല്ല ഹാസ് 3 ബേസിക് പാർട്സ്. ഒരു ഫിലമെന്റ് ഉണ്ടാവും, ഒരു ഹുക്ക് ഉണ്ടാവും, ഒരു ബേസൽ ബോഡി ഉണ്ടാവും. അതേപോലെ ഒരു സാധനമാണ് പിലി. പിലി ആർ ദ ലോങ്ങർ, ഫ്യൂവർ, thicker tubular outgrowth which develop in response to F+ or the fertility factor in gram negative bacteria. gram negative ബാക്ടീരിയകളിൽ ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പൊ നമുക്ക് ജീൻ ഫാക്ടർ എന്നൊക്കെ പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അതിന്റെ ഫാക്ടറിന്റെ പേരാണ് F+ or the fertility factor. gram negative ബാക്ടീരിയയിൽ കാണപ്പെടുമ്പോൾ അത് ഒരു ലോങ്ങർ, ഫ്യൂവർ, തിക്കർ, ട്യൂബുലാർ ഔട്ട്ഗ്രോത്തിന് കാരണമാകും. ആ ഔട്ട്ഗ്രോത്തിനെ നമ്മൾ വിളിക്കുന്നത് പിലി. ഇനി ഫിംബ്രിയ ആർ ഫോംഡ് ഇൻ ലാർജ് നമ്പേഴ്സ്. ദേ ഹെൽപ്പ് ഇൻ അറ്റാച്ചിങ് ബാക്ടീരിയ ടു സോളിഡ് സർഫസസ് ഓർ ഹോസ്റ്റ് സെൽസ്. ഇനി സെൽ വാൾ, നമ്മൾ സെൽ എൻവലപ്പിലാണ് ഇത് ഇത്രയും കണ്ടത്. ഇനി സെൽ വാൾ. സെൽ വാൾ എന്ന് പറയുന്ന ഒരു ഫെയർലി റിജിഡ് ലെയർ സറൗണ്ടിങ് ദ സെല്ലാണ്. ഒരു റിജിഡ് സെല്ലാണ്. ഇനി ബാക്ടീരിയൽ സെൽ ഈസ് മേഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോ ഗ്ലൈക്കൻ എന്ന് പറയും. അതിൽ 2-3 സാധനങ്ങളുണ്ട്. മ്യൂറിൻ ഉണ്ട്, അല്ലെങ്കിൽ മ്യൂക്കോപെപ്റ്റൈഡ് ഉണ്ട്. വൈൽ ഫംഗസിന്റെ സെൽ വാൾ കണ്ടെയ്ൻസ് mainly of fungal cellulose or the chitin. എന്നാൽ algae typically possess walls constructed of glycoproteins and polysaccharides. ഈ plant cell wall is composed of variety of polysaccharides ഉണ്ടാവും, lipids ഉണ്ടാവും, proteins ഉണ്ടാവും, minerals ഉണ്ടാവും. ഇനി 3 layers can be distinguished in the cell wall: the middle lamella, the primary cell wall and the secondary cell wall. ഒക്കേഷണലി ഒരു ടേഴ്സറി സെൽ വാളും ചിലപ്പോൾ കാണപ്പെടാം. ഇനി സെൽ വാളും കഴിഞ്ഞ് അകത്തോട്ട് കയറുമ്പോൾ ആരെയാടെ കാണുന്നേ? പ്ലാസ്മ മെംബ്രെയിൻ ഓർ ദ PM. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് പ്ലാസ്മ ലെമ്മ എന്ന് പറയും. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ബൗണ്ടറി ഓഫ് ദ സൈറ്റോപ്ലാസം വിച്ച് സെപ്പറേറ്റഡ് ഫ്രം ദ എക്സ്ട്രാ സെല്ലുലാർ എൻവയോൺമെന്റ്. ഇപ്പോ പ്ലാസ്മ മെംബ്രെയിൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ പല മോഡലുണ്ട്. സെവറൽ ടൈപ്സ് ഓഫ് മോഡൽ ഹാസ് ബീൻ പുട്ട് ഫോർവേഡ്. മോസ്റ്റ് അക്സെപ്റ്റഡ് എന്ന് പറയുന്നത് fluid mosaic model of plasma membrane was given by Singer and Nicholson. According to this model, biological membranes are semi-fluid or quasi-fluid നമ്മൾ പറയും. Structures in which the lipids and the intrinsic proteins are arranged in a mosaic manner. പണ്ട് നമ്മൾ ടൈൽസ് ഒക്കെ ഇടുന്നതിന് മുമ്പ് വീട്ടിലൊക്കെ ഇടുന്ന ഒരു സാധനമാണ് മൊസൈക്ക്. ഇടയ്ക്കിടയ്ക്ക് വള്ളിയും പുളിയൊക്കെ കാണും. അതേപോലെ ഇരിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ പ്ലാസ്മ മെംബ്രെയിൻ സ്ട്രക്ചർ. According to this model, the lipid molecules, lipid molecules in the membrane are arranged in the form of a bimolecular layer so that their hydrophilic polar heads constitute the outer and the inner surface, while the hydrophobic tails are buried in the membrane. The proteins are arranged in 2 forms: the extrinsic or the peripheral proteins, example spectrin, intrinsic or the integral proteins. Lipid layer, throughout their lipid bilayer are known as the tunnel proteins or the transmembrane proteins. The tunnel proteins example ആണ് ഒരു glycoprotein. ഇതൊക്കെ ഔട്ട് ഓഫ് NCERT ആണ്, ഓർത്തു വെച്ചിരുന്നത്. ഇനി പ്ലാസ്മ മെംബ്രെയിന്റെ അകത്തോട്ട് കയറുമ്പോൾ ഒരു വെള്ളം പോലത്തെ സാധനം, ജെല്ലി സെമി ഫ്ലൂയിഡ്, ദാറ്റ് ഈസ് കോൾഡ് സൈറ്റോപ്ലാസം ഈസ് എ ജെല്ലി സെമി ഫ്ലൂയിഡ് ജനറൽ മാസ് ഓഫ് പ്രോട്ടോപ്ലാസം എക്സ്ക്ലൂഡിംഗ് ദ ന്യൂക്ലിയസ് ബട്ട് ഇൻക്ലൂഡിംഗ് ആൾ അതർ കമ്പോണൻസ്. അതിൽ സൈറ്റോപ്ലാസ്മിക് മെട്രിക്സ് വരും, പല പല സെൽ ഓർഗനൽസ് വരും, സെൽ ഇൻക്ലൂഷൻസ് വരും, ചെറിയ ചെറിയ പീക്രീസ് ആണ്. ഇനി ഡിഫറെന്റ് സെൽ ഓർഗനൽസിന്റെ ഫീച്ചേഴ്സും ഫങ്ഷൻസും. ആദ്യം നമുക്ക് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം. ദ ഗ്രൂപ്പിംഗ് ഓഫ് സം മെംബ്രെയിൻ ഓർഗനൽസ് വിച്ച് ഫങ്ഷൻ ഇൻ ക്ലോസ് കോർഡിനേഷൻ വിത്ത് വൺ അനദർ ആണ് എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്ന സെൽ ഓർഗനൽസ് ഏതൊക്കെയാ? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോംസ് ആൻഡ് വാക്യൂൾസ്. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഓർ ദ ER. അപ്പൊ അവന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞാൽ അവനൊരു ലൂമിനൽ ഇൻസൈഡ് ഉണ്ടാവും, ദാറ്റ് ഈസ് കാൾഡ് ദ ഇന്നർ ഇൻസൈഡ് ER, ആൻഡ് എക്സ്ട്രാ ലൂമിനർ കാലം അത് സത്യത്തിൽ സൈറ്റോപ്ലാസം. ദീസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഫ്രം ന്യൂക്ലിയർ എൻവലപ്പ് ടു പ്ലാസ്മ മെംബ്രെയിൻ. ദി എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഈസ് കമ്പോസ്ഡ് ഓഫ് ഫോളോയിങ് 3 kinds of structures. ഒരു സിസ്റ്റർനെ ഉണ്ട് which occur in those cells which have synthetic role, വല്ല ഉണ്ടാക്കുന്ന റോൾ ഉള്ളവർക്ക് സിസ്റ്ററിനെ. ട്യൂബ്യൂൾസ് ഉണ്ട് which are involved in lipid and sterol synthesis. Vesicles ഉണ്ട് that are membrane bound vacuolar structures. ഇനി the ER എന്ന് വെച്ചാൽ endoplasmic reticulum is of 2 types ആണ്. Smooth endoplasmic reticulum or SER എന്ന് നമ്മൾ പറയും. It contains mainly of tubules and vesicles. എന്നാൽ rough endoplasmic reticulum or the RER consist of സിസ്റ്റർനെ ആണ്. ഇറ്റ് ഹാസ് റൈബോസോംസ് ഉള്ളത് കൊണ്ടാണ് അതിനെ റഫ് ആയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ കാണും. ഇറ്റ് ഹാസ് റൈബോസോംസ് അറ്റാച്ച്ഡ് ടു ദി സൈറ്റോപ്ലാസ്മിക് സർഫസ്. ഇനി ഇവരുടെയൊക്കെ ഫങ്ഷൻസ്. റെഡ് പ്രൊവൈഡ്സ് ദ സർഫസ് ഫോർ പ്രോട്ടീൻ സിന്തസിസ്, അതാണ് മെയിൻ ഫങ്ഷൻ.
SCR is involved in fat and steroidal hormone synthesis. ഈ രണ്ട് ഫംഗ്ഷൻ ഓർത്തു വെച്ചേക്കാം. അടുത്ത സെൽ ഓർഗനലാണ് ഗോൾഗി കോംപ്ലക്സ്. ആരാസാനം ഗോൾഗി കോംപ്ലക്സ്. അപ്പൊ അത് കണ്ടുപിടിച്ച ആരാ? കാമിലോ ഗോൾഗി. ഗോൾഗി കോംപ്ലക്സ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ പാരലലി അറേഞ്ച്ഡ് ഇന്റർ കണക്ടിംഗ് സിസ്റ്റം ഓഫ് ക്ലസ്റ്റർ ഓഫ് സ്മൂത്ത് മെംബ്രെയിൻസ് ആണ്. അവർക്ക് ഒരു സെൻട്രൽ സ്റ്റാക്ക് ഉണ്ട്, flattened sacs called, they have cistern. It has two distinct phases, that is the forming phase or the cis region and a maturing ഒരു വളർന്നു വരുന്ന ഫേസ്, മെച്യൂർഡ് ആയിട്ടുള്ള ട്രാൻസ് റീജിയൻ. സിസ് റീജിയനും ട്രാൻസ് റീജിയനും ആർക്കുണ്ട്? ഗോൾഗി കോംപ്ലക്സിനുണ്ട്. ഇവരുടെ ഫംഗ്ഷൻ നോക്കാം. പ്രോസസ്, പാക്കേജ്, ട്രാൻസ്പോർട്ട് ആൻഡ് റിലീസ് ഓഫ് സെക്രട്ടറി പ്രോട്ടീൻസ്. പല പല പ്രോട്ടീൻസിനെ പ്രോസസ് ചെയ്യണം, പാക്കേജ് ചെയ്യണം, അവരെ എത്തിക്കേണ്ടിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് റിലീസ് ചെയ്തു കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത സെൽ ഓർഗനലാണ് ലൈസോസോംസ്. ലൈസോസോംസ് എന്ന് പറയുന്നത് ഡ്യൂ ആണ് കണ്ടുപിടിച്ചത്. ലൈസോസോംസ് സ്റ്റോർ ദി ഹൈഡ്രോലൈസിംഗ് എൻസൈംസ് ഓഫ് ദ സെൽ. ദേ ആർ ആൾസോ കാൾഡ് ആസിഡ് ഹൈഡ്രോലൈസിസ് എന്ന് പറയും. അവർ ഡൈജസ്റ്റീവ് എൻസൈംസിന് യൂഷ്വലി ഫംഗ്ഷൻ ഇൻ അസിഡിക് മീഡിയം ആണ്. ദ ഓർഗനൽ ഷോസ് പോളിമോർഫിസം ആൻഡ് ഒക്കേഴ്സ്. പോളിമോർഫിസത്തിന്റെ പല പല ഷേപ്പ് കാണും. ഒക്കേഴ്സസ് പ്രൈമറി ലൈസോസോംസ് ഉണ്ട്, കണ്ടെയ്ൻ ഇനാക്റ്റീവ് എൻസൈംസ്. Secondary lysosomes or digestive vacuoles ഉണ്ട്, they contain enzymes against the material to be digested. Residual bodies ഉണ്ട്, contain only undigested materials. The autophagic vacuoles ഉണ്ട്, formed by the union of many primary lysosomes around old or dead organisms. ഇവരെ in injured and dead cells, the lysosome members the rupturing, releasing the enzymes that lyse or the dissolve the weakened cell. Therefore, the lysosomes may also be called എന്തുവാ? Suicide bags of the cell എന്നറിയപ്പെടുന്ന ആരാടെ? ലൈസോസോംസ്. ഇനി അടുത്ത സെൽ ഓർഗനൽ ഏതാ? വാക്യൂൾസ്. വാക്യൂൾസ് നോൺ സൈറ്റോപ്ലാസ്മിക് ആണ്. ഏരിയാസ് പ്രസന്റ് ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം. അവര് they may be of following the sap vacuoles ഉണ്ട്, separated by the cytoplasm by tonoplast ആണ്. Contractile vacuoles ഉണ്ട്, take part in osmoregulation and excretion. Food vacuoles ഉണ്ട്, formed by the fusion of phagosome lysosome. എന്തായിരിക്കും ഓരോന്നിന്റെ ഫംഗ്ഷൻ? sap vacuole responsible for the color of petals. Contractile vacuoles take part in osmoregulation and excretion. Food vacuoles contain digestive enzymes and help in the digestion of nutrients. സെല്ലിന്റെ അകത്ത് തന്നെ ഡൈജഷനെ സഹായിക്കാം. ഇനി അടുത്ത സെൽ ഓർഗനൽ ആരാ? റൈബോസോംസ്. റൈബോസോംസ് കണ്ടുപിടിച്ച റോബിൻസണും ബ്രൗണും ആണ്. ആൻഡ് ബൈ പാലഡേ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിൽ പലേഡ് എന്ന് പറഞ്ഞ ആളും സയന്റിസ്റ്റും റൈബോസോം കണ്ടുപിടിച്ചിട്ടുണ്ട്. റൈബോസോംസ് ആർ നേക്കഡ് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ പ്രോട്ടോപ്ലാസ്മിക് പാർട്ടിക്കിൾസ് ആണ്. RNP നമ്മൾ റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ പ്രോട്ടോപ്ലാസ്മിക് പാർട്ടിക്കിൾസ് ആണ് സത്യത്തിൽ ആര്? റൈബോസോംസ്. The cytoplasmic ribosomes of prokaryotes are blue green algae, bacteria, PPLO, pluro lymphocytic organisms or PPLO are 70S. Prokaryotes ഉള്ളത് 70S type ribosomes. They have two subunits of ribosomes, that is 50S ഉം 30S ഉം കൂടെ ചേർന്നിട്ടാണ് 70S. അത് എണ്ണി കൂട്ടുന്നതല്ല, അവരങ്ങനെയാണ് പറയുന്നത്. 70S എന്ന് വെച്ചാൽ 50SA plus 30S ആണ്. ഇനി ribosomes of mammalian mitochondria have the sedimentation coefficient of 55S ആണ്. ഇനി the cytoplasmic ribosomes of eukaryotes are 80S type ആണ്. 80S ടൈപ്പിന് രണ്ട് സബ്യൂണിറ്റ്. The two subunits of 80S ribosomes are 60S ഉം 40S. 60S ഉം 40S. ഓർത്തു എസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു യൂണിറ്റ് ആണ് എസ് എന്ന്. ഇനി ഇവരുടെ ഫംഗ്ഷൻ എന്തുവാണ്? റൈബോസോംസ്, the free ribosomes synthesize നോൺ സെക്രീറ്ററി പ്രോട്ടീൻസ്. നോൺ സെക്രീറ്ററി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ സെക്രീഷൻ ഒരു റോളും ഇല്ലാത്ത പ്രോട്ടീൻസ് ആണ് അവർ സെക്രീറ്റ് ചെയ്യുന്നത്. വൈൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ബൗണ്ട് റൈബോസോം സിന്തസൈസ് എന്താണ്? സെക്രീറ്ററി പ്രോട്ടീൻ. ഇനി ഡ്യൂറിംഗ് പ്രോട്ടീൻ സിന്തസിസ് മെനി റൈബോസോംസ് ഫോം എ ചെയിൻ ഓൺ എ കോമൺ മെസഞ്ചർ RNA ആൻഡ് ഫോംസ് ദ പോളിറൈബോസോംസ് ഓർ ദി പോളിസോംസ് എന്ന് പറയും. അതിന്റെ വേറൊരു പേരാണ് എർഗസോം എന്ന് പറയും. ഇനി അടുത്ത സെൽ ഓർഗനൽ ആണ് ഏത്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ കണ്ടുപിടിച്ചത് കോളിക്കർ ആണ്. മൈറ്റോകോൺട്രിയ ഹാസ് two membranes. The outer membrane which is smooth and has a porine proteins which forms the channel. പിന്നെ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ഉണ്ട്, അവർക്ക് സിസ്റ്റർനെയും ഉണ്ട്. ഇനി ഇവർക്ക് സിസ്റ്റർനയുടെ അകത്ത് ഒരു പ്രത്യേകതരം പാർട്ടിക്കിൾസ് ഉണ്ട്, ഓക്സിസോംസ്. They are also called F0F1 complex represents the adenosine triphosphate or the ATPase എന്ന് പറയും, or the ATP synthetase enzyme and is thus concerned with എന്തായിരിക്കും?
മൈറ്റോകോൺട്രിയ എന്ന് വെച്ചാൽ പവർ ഹൗസ് ഓഫ് ദ സെൽസ് ആണ്, കൺസേൺഡ് വിത്ത് ATP ഫോർമേഷൻ. ഇനി മൈറ്റോകോൺട്രിയ ഒരു ന്യൂക്ലിയസിന്റെ ജോലിയും കൂടെ ചെയ്യും. സോ ഇറ്റ് ഈസ് കാൾഡ് സെമി ഓട്ടോണോമസ് ഓർഗനൽ ആണ്. ഓട്ടോണോമസ് എന്ന് വെച്ചാൽ സ്വതന്ത്രമായിട്ടുള്ള അധികാരങ്ങളും പവറുകളും ഉള്ളവരാണ്. സ്വന്തം ആരും അവരെ മണ്ടേ കയറി ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ അവർ സമ്മതിക്കരുത്. ദാറ്റ് ഈസ് കാൾഡ് ഓട്ടോണോമസ് ഓർഗനൽസ് എന്ന് പറയും. പക്ഷെ ഫുള്ളി ഓട്ടോണോമസ് ആണോ മൈറ്റോകോൺട്രിയ? അല്ല. Mitochondria are semi-autonomous organelles. So mitochondria have their own DNA which can replicate independently. All 3 types of RNAs are present in mitochondria. പല 3 type RNA ഉണ്ട്. നിങ്ങൾ പ്ലസ് 2 പഠിക്കും. mRNA, tRNA, rRNA. The mitochondria matrix possesses its own ribosomes, 55S to 70S in nature. ഈ മൈറ്റോകോൺട്രിയ എങ്ങനെ ഓട്ടോണോമസ് ആയതിന്റെ അടുത്ത റീസൺ ഇതാണ്. മൈറ്റോകോൺട്രിയ സിന്തസൈസ് സം ഓഫ് ദെയർ ഓൺ സ്ട്രക്ചറൽ പ്രോട്ടീൻസ്. ഈ മൈറ്റോകോൺട്രിയ ഡെവലപ്പ് ബൈ ഡിവിഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് മൈറ്റോകോൺട്രിയ. ഇനി അടുത്ത സെൽ ഓർഗനലാണ് പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സ് പലതരം ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ആർ ദ ഗ്രീനിഷ് പ്ലാസ്മിഡ്സ്. പിന്നെ അവർക്ക് 2 divided 2 portions. Grana fraction consists of the membranous or the lamellar system made up of thylakoids. The stroma is a proteinaceous complex ആണ്. ഇനി leucoplasts are the colorless plastids found in storage organs away from sunlight. ഇനി chromoplasts are the non-photosynthetic plastids. ഇനി chloroplast is the center of photosynthesis. Types of leucoplast: eleuroplast store proteins, example in maize. Eleoplast store lipids of fats, example in endosperm cells of castor seeds. Amyloplast store starch, example in potato tubers of wheat grains. ഇത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്, പലപ്പോഴും ചോദിക്കാം. ഇനി ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് മൈറ്റോകോൺട്രിയ ആർ ദ എൻഡോസിംബയോട്സ് ഇൻ യൂക്കാരിയോട്ടിക്സ്. ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺട്രിയയും തമ്മിൽ ഒരു വളരെ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. സിംബയോട്സ് എന്ന് വെച്ചാൽ കോറിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ്. അവര് എന്താ പറയുന്നത്, നമ്മൾ ക്രിക്കറ്റിലൊക്കെ പാർട്ണർഷിപ്പ് ചെയ്യത്തില്ലേ ബാറ്റ് ചെയ്യുമ്പോൾ, ഒരാള് സ്ട്രൈക്കർ ഒരാൾ നോൺ സ്ട്രൈക്കർ. അതേപോലെ ക്ലോറോപ്ലാസ്റ്റും മൈറ്റോകോൺട്രിയ ഭയങ്കര എൻഡോ സിംബയോട്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ബോത്ത് ആർ സെമി ഓട്ടോണോമസ് ആണ്. ബോത്ത് ആർ എൻവലപ്ഡ് ബൈ 2 മെംബ്രെയിൻസ് ആണ്. ഒരു ഔട്ടർ സ്മൂത്തും ഒരു ഇന്നർ ഫോൾഡ്. ഇനി ബോത്ത് ഹാവ് സർക്കുലാർ DNA ഉണ്ട്. ഇനി 3 types of RNA ഉണ്ടാവും. ബോത്ത് ഹാവ് എനർജി ട്രാൻസ്ഡ്യൂസിംഗ് ഓർഗനൽസുമാണ് ആൻഡ് ഫോം ATP ബൈ സിമിലർ. ക്ലോറോപ്ലാസ്റ്റ് മൈറ്റോകോൺട്രിയ എൻഡോസിംബയോട്സ് ആൻഡ് രണ്ടും സെമി ഓട്ടോണോമസ് ആണ്. ബോത്ത് ആർ എൻവെൽപ്ഡ് ബൈ 2 മെംബ്രെയിൻസ് ആണ്. യൂണിറ്റ് മെംബ്രെയിൻസ്, ഔട്ടർ സ്മൂത്തും പെർമിയബിളും ഇന്നർ ഫോൾഡഡും സെമി പെർമിയബിൾ. അതുമായി ബന്ധപ്പെട്ട് 2-3 ഫങ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന സെൽ ഓർഗനൽസ് ആണ് peroxisomes എന്ന് പറയും. Peroxisomes are the spherical sac-like structures bounded by single membrane. They contain peroxide ആണ് producing enzymes, അതായത് oxidases കാണും, and peroxide destroying enzymes ഉണ്ട്, catalases കാണും. And function: animal peroxisomes metabolize a number of toxic substances. Plant peroxisomes perform photorespiration. അടുത്തതാണ് നമ്മുടെ സെല്ലിന്റെ CPU എന്നറിയപ്പെടുന്ന ന്യൂക്ലിയസ്. The nucleus was discovered by Robert Brown. ഇതൊരു ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ഡെൻസ് പ്രോട്ടോപ്ലാസ്മിക് ബോഡിയാണ്. The nucleus can be differentiated into following parts. ഒരു ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്, കൺസിസ്റ്റ് ഓഫ് 2 യൂണിറ്റ് മെംബ്രെയിൻ. ഒരു ന്യൂക്ലിയർ മെട്രിക്സ് ഉണ്ട്, അതിന്റെ അകത്ത് നെറ്റ്വർക്ക് ഓഫ് ഫൈബ്രിൽസ് ഫംഗ്ഷൻ ആസ് എ സാക് ഫോൾഡ് ഓഫ് ഫോർ ക്രോമാറ്റിൻ. ഒരു ന്യൂക്ലിയോ പ്ലാസം ഉണ്ട്, ക്ലിയർ ഫ്ലൂയിഡ് കണ്ടെയ്നിങ് സബ്സ്റ്റൻസസ് ഫോർ ന്യൂക്ലിയോടൈഡ് സിന്തസിസ്. ഒരു ന്യൂക്ലിയോലെസ് ഉണ്ട്, ഒരു ക്രോമാറ്റിൻ മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ ഇത്രയും ഉള്ളൊരു സാധനമാണ് ആര് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇനി ഈ ന്യൂക്ലിയർ എൻവലപ്പിന്റെ ജോലി എന്തായിരിക്കും? മെയിൻറ്റെയിൻസ് ദ ഷേപ്പ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് റെഗുലേറ്റ്സ് ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്. ഈ ന്യൂക്ലിയോപോൾസ് ഉണ്ട്, ആർ ദ പാസേജ് ത്രൂ വിച്ച് മൂവ്മെന്റ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ മോളിക്യൂൾസ് ടേക്സ് പ്ലേസ്. ഇനി ന്യൂക്ലിയോലസ് സിന്തസൈസ് ആൻഡ് സ്റ്റോഴ്സ് എന്താണ്? RNA. ന്യൂക്ലിയോലസിന്റെ ജോലി എന്തുവാ? സിന്തസൈസസ് ആൻഡ് സ്റ്റോഴ്സ് RNA. ഹെട്രോക്രോമാറ്റിൻ ഉണ്ട് ന്യൂക്ലിയസിന്റെ അകത്ത്. ഇറ്റ് ഈസ് എ ജനറ്റിക്കലി ഇനാക്റ്റീവ് ആൻഡ് ഹൈലി condensed region of chromosome with the tightly packed DNA. Euchromatin ഉണ്ട്. It is the genetically active and rich in loosely packed DNA. Transmission occurs here. Euchromatin എന്ന ന്യൂക്ലിയസിന്റെ ഭാഗത്തിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അപ്പൊ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നിങ്ങൾ +2 ബയോളജിയിൽ മോളിക്കുലാർ ബയോളജി എന്ന ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ. അടുത്ത സെൽ ഓർഗനലാണ് സൈറ്റോസ്കെലിറ്റൻ എന്ന് പറയും. ഇതെന്ന് പറയുന്നത് മൈക്രോട്യൂബ്യൂൾസ്, മൈക്രോഫിലമെന്റ്സ്, ഇന്റർമീഡിയറ്റ് ഫിലമെന്റ്സ് ആർ ദ പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചേഴ്സ് ടു സപ്പോർട്ട് ദ എക്സ്റ്റെൻസീവ് സിസ്റ്റം ഓഫ് മെംബ്രെയിൻസ്. ദേ ആർ കളക്റ്റീവ്ലി ഫോം ദ സൈറ്റോസ്കെലിറ്റൻ ഓഫ് ദ സെൽ. ഒരു സെല്ലിന്റെ
ചട്ടക്കൂട് ഫോം ചെയ്യുന്ന ആൾക്കാരാണ് സൈറ്റോസ്കെലിറ്റൻ. The microtubules occur in cilia, flagella, centrioles and the basal modis. Prokaryotic cells lack microtubules. ഓർത്തോണം, prokaryotic cells എന്തില്ല? Microtubules ഇല്ല. The microfilaments are mainly composed of a globular protein called the actin, but have a filamentous protein myosin also. ഇവരുടെ ഫംഗ്ഷൻ നോക്കാം. മൈക്രോട്യൂബ്യൂൾസ് ഹെൽപ്സ് ഇൻ സ്പിൻഡിൽ ആൻഡ് ആസ്ട്രൽ റേ ഫോർമേഷൻ ഡ്യൂറിങ് സെൽ ഡിവിഷന്റെ സമയത്ത് സ്പിൻഡിൽ ഫോർമേഷൻ നിങ്ങൾക്ക് കേൾക്കും. ഇനിയിപ്പോ മൈക്രോട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷൻ അവിടെ നമ്മൾ പഠിക്കും. ഈ മൈക്രോ ഫിലമെന്റ്സ് ആർ ഇൻവോൾവ് ഇൻ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ആൻഡ് അമീബോയിഡ് മൂവ്മെന്റ്സ്. ഇനി അടുത്തതാണ് സീലിയയും ഫ്ലജെല്ലയും. സീലിയ ആൻഡ് ഫ്ലജെല്ല ആർ മൈക്രോസ്കോപ്പിക് കോൺട്രാക്ടൈൽ ഫിലമെന്റസ് പ്രോസസ് ഓഫ് ദി സൈറ്റോപ്ലാസം. The cilia and flagella have fibrilla or the microtubular composition. Their core is called the axonema. Usually has 9 doublets of radially arranged peripheral microtubules. That is 9+2 array ഉള്ളവരാണ്. Both are capable of producing a current fluid medium for locomotion and passage of substances. Act as the sensory organs. ഇനി അടുത്ത വരുന്നതാണ് centrioles. They have 2 cylindrical rod-shaped microtubular structures near the nucleus. Centrioles lack the limiting membrane and DNA or the RNA. They possess the 9+0 arrangement ഉള്ളതായിരിക്കാ centrioles. അവരുടെ ഫംഗ്ഷൻ എന്തുവാ? They polymerize the microtubules for the formation of spindle fibers, astral rays during mitosis and meiosis. Mitosis and meiosis എന്ന് വെച്ചാൽ എന്തുവാ? സെൽ ഡിവിഷൻ. 2 തരം മൈറ്റോസിസും മിയോസിസ്. ഇത്രയാണ് ഇതിന്റെ എസെൻഷ്യൽ തിയറി. കുറെ ഡയഗ്രാംസ് ഈ ചാപ്റ്ററിലും ഉണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങളുടെ ബൈബിൾ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് തുറന്ന് ആ പേജസിലുള്ള പടങ്ങൾ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. അത് ലേബിൾ ചെയ്യാനും പഠിച്ചേക്കണം. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിന്റെ MCQസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ, താങ്ക് യു.